നിയമസഭ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പ്രക്ഷുബ്ധം. സഭാ സമ്മേളനം അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്ന പ്രതിപക്ഷത്തിനെതിരെ കർശന നിലപാടുമായി സ്പീക്കർ. ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷ ശ്രമം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സ്പീക്കർ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് ഗുണ്ടായിസത്തിന് നേതൃത്വം നൽകുകയാണെന്ന് മന്ത്രി എം.ബി. രാജേഷും പറഞ്ഞു. പ്രതിപക്ഷം കാണിക്കുന്നത് തെമ്മാടിത്തരമെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ അക്രമാഹ്വാനമാണ് ഇപ്പൊ നാം കാണുന്നത്. അക്രമാഹ്വാനമാണ് കാണുന്നത്. സർ, ഈ പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള അംഗങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ ആശീർവാദത്തോടുകൂടി എന്തെല്ലാമാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്? ഇവിടെ പ്രതിപക്ഷ നേതാവിന്റെ മൗനാനുവാദത്തോടെ സർ, ഒരു സ്ത്രീയെ ഒരു വനിതയെ ആക്രമിച്ചിരിക്കുകയാണ്. സർ, ഒരു വനിതയെ ആക്രമിച്ചിരിക്കുകയാണ്. അങ്ങയുടെ കൺമുന്നിൽ നടക്കുകയാണ്. എന്താണ് സർ ഈ പ്രതിപക്ഷം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തൊരു ധിക്കാരമാണ് സർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് ഈ സഭയും ലോകവും മുഴുവൻ വന്നിട്ട് മൗനാനുവാദം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതിപക്ഷ നേതാവ് ഇവിടെ വന്നിട്ട് വലിയ പ്രസംഗം നടത്തുകയാണോ? എന്ത് തോന്നിവാസമാണ് സർ കാണിക്കുന്നത്? ഗുണ്ടായിസത്തിന് നേതൃത്വം കൊടുക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. ഷീജ ചിരികയാണ്. ഷീജ, സഭ്യതയുടെ മാന്യതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചു കഴിഞ്ഞ 4 ദിവസമായി പ്രതിപക്ഷം സഭയിൽ അഴിഞ്ഞാടുകയാണ്. ഇന്ന് ശക്തമായി തന്നെ സ്പീക്കർ പ്രതികരിച്ചിരിക്കുന്നു, മന്ത്രിമാർ പ്രതികരിച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ. തീർച്ചയായും ഷമി, ഏതായാലും നിയമസഭയിൽ ഇപ്പോൾ പ്രതിപക്ഷ പ്രതിഷേധം തുടരുക തന്നെയാണ്. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം പ്രത്യേകിച്ചും സ്പീക്കറുടെ ഡയസിന് മുന്നിൽ എതുക്കി ആ ഒരു പ്രതിഷേധം എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും സഭാ നടപടികൾ അല്പസമയത്തേക്ക് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കൂട്ടിച്ചേർക്കാനുള്ളത്. കാരണം സഭ ചോദ്യോത്തരവേളയ്ക്ക് ശേഷം ശൂന്യവേളയിലേക്ക് കടക്കുന്ന ഒരു ഘട്ടമായിരുന്നു. പക്ഷേ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രതിഷേധം അതിരുവിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വാച്ച് ആൻഡ് വാർഡിനെ അടക്കം അതിക്രമിച്ചുകൊണ്ട് സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാനുള്ളൊരു ശ്രമം, അതാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. കഴിഞ്ഞ 3 ദിവസം സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണ് ഇന്നും പ്രതിപക്ഷം സഭയിൽ സ്വീകരിച്ചത്. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിഷേധവുമായി എഴുന്നേൽക്കുകയായിരുന്നു. നിങ്ങൾക്ക് എന്ത് വിഷയം ഉന്നയിക്കണമെങ്കിലും ശൂന്യവേളയിൽ അവസരം നൽകും എന്നുള്ളത് സ്പീക്കർ ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവിനോട് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറാകാത്തൊരു സമീപനമായിരുന്നു. പ്രത്യേകിച്ചും സഭയിൽ സ്പീക്കറുടെ ഡയസിന് നേരെ പാഞ്ഞടുക്കുന്ന പ്രതിപക്ഷത്തെയാണ് കണ്ടത്. വാച്ച് ആൻഡ് വാർഡ് അവിടെ അത് തടയുന്നതിന് വേണ്ടി ഏറെ പ്രയാസപ്പെടേണ്ടി വന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. വലിയ തോതിലുള്ള വിമർശനമാണ് ഭരണപക്ഷ ബെഞ്ചിൽ നിന്നും ഉയർന്നിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് മന്ത്രിമാർ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു. ഒരു അക്രമത്തിന് നേതൃത്വം നൽകുന്ന തരത്തിലുള്ള നടപടിയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. ഗുണ്ടായുസത്തിന് നേതൃത്വം നൽകുകയാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള കാര്യം മന്ത്രി എം.ബി. രാജേഷും ഗണേഷ് കുമാറും അടക്കമുള്ള മന്ത്രിമാരും വിമർശിച്ചു. ഭരണപക്ഷ ബെഞ്ചിലെ അംഗങ്ങളും വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും വലിയ പ്രതിഷേധത്തിന്റെ നടുവിൽ പോലും ഭരണപക്ഷ ബെഞ്ചിന്റെ സഹകരണത്തോടുകൂടി ചോദ്യോത്തരവേള പൂർത്തിയാക്കാൻ സ്പീക്കർക്ക് സാധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ചോദ്യോത്തരവേളയ്ക്ക് ശേഷം സഭാ നടപടികൾ ശൂന്യവേളയിലേക്ക് കടന്നപ്പോൾ പക്ഷേ വീണ്ടും പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ചും വാച്ച് ആൻഡ് വാർഡിനെ തള്ളി മാറ്റിക്കൊണ്ട് സ്പീക്കറുടെ ഡയസിലേക്ക് കയറാനുള്ള പ്രതിപക്ഷ നീക്കമാണ് കണ്ടത്. അതേ തുടർന്നാണ് സഭ നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ സ്പീക്കർ സഭ താൽക്കാലികമായി ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത്. ഷീജ, തുടരുക.